നമ്മളെ കൊണ്ട് ഒരാൾക്കാവുന്നെങ്കിൽ ഒരാളുടെ വയറ് നിറയുന്ന അത്രയെങ്കിലും ആവട്ടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലെന്ന് പറയുവാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പച്ചക്കറി എടുത്ത് കൊടുത്തുവിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ചേട്ടനോട് പറഞ്ഞാൽ മതി, മക്കളെ എൻ്റെ പൈസ ഇല്ല, ബുദ്ധിമുട്ടാണ്, നമ്മൾ സഹായിച്ചിരിക്കും. കിഴങ്ങ് 2 കിലോ 100 രൂപ, വാരി കോരി കൊടുക്കുക. കാട്ടും വേണ്ട, ഒന്നും വേണ്ട, വയ്യാന്ന് പറഞ്ഞാൽ മാത്രം മതി. കരിഞ്ഞ വാളം കിട്ടുന്നുണ്ടല്ലോ, ദൈവം അനുഗ്രഹിച്ച്. ഞാനേ വാടകയ്ക്ക് താമസിക്കൂ. കവർ നിറച്ചാണ് പച്ചക്കറി കൊടുത്തു വിടുന്നത്. അമ്മയുടെ 50 രൂപയുടെ സവാള, 50 രൂപയുടെ ക്യാരറ്റ്, 50 രൂപയുടെ പാവയ്ക്ക 150, 50 രൂപയുടെ കിഴങ്ങ് 200, 50 രൂപ ഇഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ 250. രാജീവ 250 രൂപ എടുത്തോ രാജീവ. നമ്മളിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമാണ് പച്ചക്കറി. നിങ്ങൾ ക്യാൻസർ കാർഡൊന്നും വേണ്ട, ഇവിടെ ഒരു കാർഡും വേണ്ട, ഒരു കാർഡും വേണ്ട. നിങ്ങൾ പൈസ ഇല്ലയോ, ഇവിടെ ധൈര്യമായിട്ട് ചേട്ടനോട് പറഞ്ഞാൽ മതി, മോനെ എൻ്റെ പൈസ ഇല്ലെന്ന്. വയറ് നിറച്ച് നിങ്ങൾ കൊണ്ടുപോകും, പിന്നെ ആവശ്യത്തിന് നിങ്ങൾ കൊണ്ടുപോകും, ഒരു പൈസയും വേണ്ട. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഈ സമൂഹത്തിലുണ്ടല്ലോ. നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരുപാട് ചെയ്യുന്നവരുണ്ട്. നമുക്ക് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല, കാരണം മാന്യമുള്ള കച്ചവടം ഈ കടയിലുണ്ട്. പിന്നെ പക്ഷെ അതിനിടയിലാണ് നമ്മൾ ഈ നന്മ കൂടി ചെയ്യുന്നത്. ആണ് എത്ര വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്? ഇത് 2.5 വർഷം കൊണ്ട്. 2 വർഷം കൊണ്ട് ഈ ഒരു പുണ്യം ചേട്ടൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാൻസർ രോഗിയാണോ, നിങ്ങളുടെ കാർഡൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വന്ന് ചേട്ടനോട് പറഞ്ഞാൽ മതി, മക്കളെ എൻ്റെ പൈസ ഇല്ല, ബുദ്ധിമുട്ടാണ്, നമ്മൾ സഹായിച്ചിരിക്കും. ഇനി അതല്ല, പൈസ ഇല്ലാത്തവരാണോ, രോഗമൊന്നും ഇല്ലയോ, ബുദ്ധിമുട്ടാണെങ്കിലും ചേട്ടനോട് പറഞ്ഞാൽ മതി. എത്രയോ പേര് വണ്ടിക്കൂലി ഇല്ല, 10 രൂപ വന്ന് സ്കൂൾ പിള്ളേർ 5 രൂപ ചേട്ടാ, ഈ 2 രൂപ 5 രൂപ വണ്ടിക്കൂലി വേണം. ഇത് ചെറിയ ATM അല്ല, ഇതൊരു കൊച്ചൊരു ATM ആണ് നമ്മുടെ. അടുത്തിപ്പോൾ ഈ പയറിന്റെ വില നോക്കുക, 65 രൂപ അവിടെ വയ്ക്കുന്നത്, എടുത്ത വിലയ്ക്ക് കൊടുക്കുക. ഇത് വലിയ ലാഭം നോക്കുന്നില്ല. ബില്ല് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. വാ വേറെ മാങ്ങ, പയറ്, കാപ്പക്കിഴങ്ങ്, നെല്ലിക്ക, വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, എല്ലാ ഐറ്റവും ഉണ്ട്. കിഴങ്ങ് 2 കിലോ 100 രൂപ, വാരി കോരി കൊടുക്കുക. വരുവോ അൻസുക എന്ന് പറയാൻ എൻ്റെ 30 രൂപയുടെ കിഴങ്ങ്. ഇവരൊക്കെ റെഗുലർ കസ്റ്റമർ, അറിയാം. വേണ്ട, ഒരു കാർഡും വേണ്ട, ഒന്നും വേണ്ട, വയ്യാന്ന് പറഞ്ഞാൽ മാത്രം മതി. അമ്മമാര് ജോലി കഴിഞ്ഞിട്ട് ഇല്ലാത്ത സമയത്ത് എന്നെ വന്ന് സഹായിച്ചിട്ട് നോക്കിയിട്ടില്ല. അമ്മമാർ ചോദിച്ചു ശമ്പളത്തിന് വേണ്ടി ഒന്നുമല്ല. എൻ്റെ കൂട്ടുകാർ ചങ്ക അമ്മമാർ ഇവിടെ വന്ന് ഞാൻ അങ്ങോട്ട് കൊടുക്കാണ്ട് പൈസ. ആ ശരിയാണ്, അമ്മയാണ് വിചാരിക്കുന്ന മേലെ, അതുക്കും മേലെ കൊടുക്കാനുള്ള. എനിക്കൊരു സഹായം വന്ന് എൻ്റെ കൂട്ടുകാരുണ്ട്, എൻ്റെ ചങ്ക് പറിച്ച് തരും. എനിക്കെൻ്റെ ആവശ്യം വന്ന് എൻ്റെ കൂട്ടുകാർ ഒന്നും നോക്കാൻ പൈസ എടുത്ത് ആരെങ്കിലും മേടിച്ചോണ്ട് വരും. കൊടുക്കാനുള്ള ഒരു അമ്മമാർ കൈയിട്ട് കൊടുക്കും. നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അടൂര് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തൊരു മാവുണ്ട്. ആ മാവിൻ ചുവട്ടിലാണ് നമ്മുടെ ഷാനെണ്ണ ഉള്ളത് കേട്ടോ. അണ്ണൻ്റെ സ്ഥലം ഇവിടെ പറക്കോടാണ്. പറക്കോട് ഞാനേ വാടകയ്ക്ക് താമസിക്കൂ. അതെങ്ങനെ പറ്റുന്നുണ്ട്? അണ്ണനോ സാമ്പത്തികം ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടുന്നത്? 10,000 രൂപ കിട്ടിയിട്ടില്ല, അത് മതിയല്ലോ. ഒരു തുച്ഛമായ രൂപ വലിയ കൊടുക്കും. ഒന്നും കൊല്ലാതെ കൊടുക്കുമല്ലോ. അവർക്ക് ആവശ്യമുള്ള സാധനം വലിയ കൊടുക്കും. ഒരു വീട്ടിലേക്ക് 2 ദിവസത്തേക്ക് ഒരു 2 പാവയ്ക്ക്, ഇച്ചിരി പയറ്, 3 സവാള, കിഴങ്ങ്, കൊച്ചുള്ളി. പൈസ ഒരുപാടായാലും പ്രശ്നമോ? പിന്നെ ഒരുപാടായാലും നമ്മൾക്ക് കരിഞ്ഞ വാളം കിട്ടുന്നുണ്ടല്ലോ, ദൈവം അനുഗ്രഹിച്ച്. 2.5 കിലോ 100 രൂപ, 50 രൂപ മതിയില്ലത്. എൻ്റെ കസ്റ്റമർ എൻ്റെ കൂടെ കട്ടിക്കും, പിന്നെ ഞാൻ എന്താ മേടിക്കാനാണ്. 4 കിലോ സവാള 100 രൂപ. നമ്മളെ കൊണ്ട് ഒരാൾക്കാവുന്നെങ്കിൽ ഒരാളുടെ വയറ് നിറയുന്ന അത്രയെങ്കിലും ആവട്ടെ. അതിൽ നമ്മൾ ഇഞ്ചി 1.5 100, 50 രൂപ മതിയോ? ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലേ നമുക്ക് എത്ര രൂപ കിട്ടിയാലും മതിയെന്ന് പറയും. അല്ല, മതിയെന്ന് പറയില്ല, ആഹാരം ഒരു നേരം കൊടുത്താൽ മതിയെന്ന് പറയും. അതാണ് നമ്മുടെ ചെറിയ ലുലുമാള, എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ അറിയാം, സ്ഥിരം കസ്റ്റമർ അല്ലേ. എന്നാൽ ക്യാൻസർ രോഗികൾക്കെന്നല്ല, വയ്യെങ്കിൽ ഒരാൾ വന്ന് വന്നാൽ കൊടുക്കും, എല്ലാവരും കൊടുക്കും. വയ്യാന്നൊരാൾ വന്ന് പറയാം, ഇല്ല എൻ്റെ പൈസ ഇല്ല, ഇവിടെ കാർഡൊന്നും വേണ്ട. കാർഡൊന്നും വേണ്ട. നമ്മളൊരു സഖാവല്ലേ. സഖാവെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സ്നേഹമുള്ളവൻ. നമ്മളെ കൊണ്ടാവണം, ആവുന്ന രീതി കൊടുക്കുക. വർഷങ്ങൾ കൊണ്ട് കൊടുക്കുന്നില്ലേ നമ്മൾ. നമുക്ക് കച്ചവടം കിട്ടാനോ പബ്ലിസിറ്റിക്കോ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്യുന്നില്ലേ. നമ്മൾ അങ്ങനെ ആണെങ്കിൽ നമ്മളെ പറയത്തില്ലല്ലോ. നമ്മൾ എഴുതി ഇപ്പോഴല്ലേ ബോർഡ് വെച്ച്, എല്ലാവരും പറയുമ്പോൾ ബോർഡ് വെച്ച്. വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഇവിടെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ക്യാൻസർ രോഗികൾക്കും മറ്റും അങ്ങനെ അവസരമായിട്ടുള്ള ആൾക്കാർ, എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ജനറൽ ആശുപത്രി അടുത്ത് കിടക്കുന്നത് കൊണ്ട് പ്രായമായ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കടന്നു പോകുന്ന വഴികളാണ്. പിന്നെ പച്ചക്കറി നോക്കി പോകും, പക്ഷേ പൈസ അതിനനുസരിച്ച് കൈ കാണത്തില്ല. എങ്കിലും അദ്ദേഹം ആവശ്യമുള്ള പച്ചക്കറികൾ അദ്ദേഹം കൊടുത്തു വിട്ടിട്ട് പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു വിടുന്ന പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ഒരു 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് 2-3 സൈസ് പച്ചക്കറിയും പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. അത്രയ്ക്ക് മിതമായ നിരക്കിലാണ് അദ്ദേഹം. കണ്ടില്ല, ഇവിടെയൊക്കെ ഈ അടൂരെ സംബന്ധിച്ച് പച്ചക്കറി കടകൾ ഇഷ്ടം പോലെയാണ്. എങ്കിലും അത്യാവശ്യം ഇദ്ദേഹത്തിൻ്റെ കച്ചവടം നടക്കുന്നുണ്ട്.